തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾ 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട്, അതായത് ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട 63 പേരിലെ ഒരാൾ രാജിവെച്ച് അവിടെ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കണം. അതിനുശേഷം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വരും. 63 ജയിച്ച MLA-മാരും 3 സ്വതന്ത്ര MLA-മാരും ഉണ്ടായിട്ടും അങ്ങനെ ഒരു വഴി സ്വീകരിക്കുക എന്ന് പറയുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് സ്വീകാര്യമായ, അവർ നല്ല നിലയിൽ കാണുന്ന ഒരു നീക്കമായിരിക്കുമോ? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 65 MLA-മാരുണ്ടായിട്ട് 63 കോൺഗ്രസ് MLA-മാരും 3 UDF പിന്തുണയ്ക്കുന്ന MLA-മാരും അടക്കം 102 MLA-മാരുണ്ടായിട്ടും അത് പറ്റില്ല, 103-ാമത്തെ ഒരാൾ വേണം എന്ന് നിർബന്ധം പിടിക്കുന്നത്, ശാഠ്യം പിടിക്കുന്നത്, യഥാർത്ഥത്തിൽ അതാണ് ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ അടിവരയിട്ട് പറഞ്ഞു. കാരണം 103 പേരും പോരാ, 102 പേര് പോരാ, 103-ാമനായ ഒരാൾ വന്നാൽ മാത്രമേ സംസ്ഥാനത്ത് UDF-ന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു സാംസ്കാരികവും രാഷ്ട്രീയവും ധാർമ്മികവുമായ പാപ്പരത്വമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു പാപ്പരത്വം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല എൻ്റെ മുന്നിൽ നിൽക്കുക. അപ്പോൾ പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ മെയ് 4-ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷം സംസ്ഥാനത്ത് നടമാടിയ ചില കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചില കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും മുന്നോട്ടുള്ള പോക്കിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം സാധാരണഗതിയിലൊക്കെ നമ്മൾ ഇലക്ഷന് മുമ്പാണ് ഈ കമ്മ്യൂണൽ ഡിവൈഡൊക്കെ ഉണ്ടാകുന്നത്. കമ്മ്യൂണൽ ഡിവൈഡ് അല്ലെങ്കിൽ വിവിധ മറ്റേ മതവിഭാഗങ്ങൾ തമ്മിലുള്ള എതിർപ്പ്, വൈരാഗ്യമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഇലക്ഷന് മുമ്പാണ്. ഇലക്ഷൻ്റെ ഫലം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാറില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ മെയ് 4-ലെ ഇലക്ഷൻ്റെ ഫലം വന്നതിന് ശേഷം നമ്മൾ തുടങ്ങിയോ ആളുകൾ റോട്ടിൽ ഇറങ്ങുക, മുദ്രാവാക്യം വിളിക്കുക, ഇന്നയാൾ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറയുക, ഇതാണ് ജനവികാരം എന്ന് പറയുക. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് അവസാനം പറയുന്നു, നിങ്ങൾ ഈ നേതാക്കളോട് പറഞ്ഞു നിങ്ങൾ ഈ ജാഥകളൊക്കെ നിർത്തണം, മറ്റേ ഫ്ലക്സ് ബോർഡൊക്കെ എടുത്ത് മാറ്റണം. അങ്ങനെ അപ്പോൾ നേതാക്കന്മാരെല്ലാവരും കൂടുന്നതെല്ലാം ജാഥകൾ നിർത്തണമെന്ന് പറയുക. ഇത് സാധാരണഗതിയിൽ പണ്ട് ഗ്രൂപ്പ് തിരിഞ്ഞ് റാലികളും പ്രശ്നങ്ങളൊക്കെ നടത്താറുണ്ട്. കാരണം കരുണാകരൻ്റെ ആൾക്കാരും ആൻ്റണിയുടെ ആൾക്കാരൊക്കെ ഗ്രൂപ്പ് തിരിഞ്ഞ് റാലികളൊക്കെ നടത്താറുണ്ട്. 2005-ന് മുമ്പ് ധാരാളം റാലികളും പ്രകടനം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് ജയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ആക്കണ്ട എന്നൊക്കെ പറഞ്ഞ ആളുകൾ റോട്ടിലിറങ്ങി അതൊരു ക്രമസമാധാന പ്രശ്നം പോലെ ആകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്താണ് ഈ പ്രഷർ ഗ്രൂപ്പുകളെ സൃഷ്ടിക്കുക എന്നുള്ളത് പൊതുവെ കോൺഗ്രസിൽ കാണാത്ത ഒരു ഇതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് വെച്ചാൽ ഇത്തരത്തിലുള്ള എനിക്ക് നോക്കിയപ്പോൾ പലരെയും ആ ഒരു പ്രകടനങ്ങളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പലരും രാഷ്ട്രീയമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടാത്ത ആളുകളൊക്കെയാണ് ഇത്തരം റോട്ടിലേക്ക് ഇറങ്ങി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തി രാഹുൽ ഗാന്ധിക്ക് പോലും കേരളത്തിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കുന്നത്. അതൊരു വശത്ത്. മറുവശത്ത് എങ്ങനെ നോക്കുക, നേരത്തെ പറഞ്ഞ പോലെ 63 MLA-മാരും 102 മുന്നണി MLA-മാരും ഉണ്ടായിട്ടും 103-ാമനായിട്ട് ഒരാൾ വന്നിട്ട് കേരളത്തിൻ്റെ ജനാധിപത്യത്തെ നയിക്കാൻ ശ്രമിക്കുക. ഇത് രണ്ടും അനാരോഗ്യകരവും അപകടകരവുമായ രാഷ്ട്രീയ സംസ്കാരമാണ്. കേരളത്തിലെ കോൺഗ്രസിനെയും UDF-നെയും വരും കാലങ്ങളിൽ ജനങ്ങളുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഈ അപകടകരമായ 2 രാഷ്ട്രീയ സംസ്കാരങ്ങളാണ്. കാരണം ഒരിടത്ത് റോഡിലേക്ക് ആളുകളെ ഇറക്കി വിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ശ്രമിക്കുന്നു, മറുവശത്തോ മറ്റ് പിൻവാതിലിലൂടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ശ്രമിക്കുന്നു. ഇത് രണ്ടും അപകടകരവും അധാർമികവുമാണ്. ഇതാണ് കേരളം കണ്ടത്. എന്തിനാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അധാർമിക കാലാവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കേണ്ട കാര്യം? ആരാണ് ഇതിന് ഉത്തരവാദി? ഇതാണിപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദി? ജനങ്ങളെ റോട്ടിലേക്ക് ഇറക്കി വിട്ട് മറ്റേ കോൺഗ്രസ്സുകാരുടെ തന്നെ ഫ്ലക്സ് ബോർഡുകൾ തല്ലിപ്പൊളിക്കുന്ന അവസ്ഥ, ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? ഈ 63 MLA-മാരെയും ബൈപ്പാസ് ചെയ്ത് 102 മുന്നണി MLA-മാരെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് എന്തിനാണ് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടാക്കിയത്? ഈ 2 അനാരോഗ്യകരമായ അന്തരീക്ഷം, അനാരോഗ്യം എന്ന് പറഞ്ഞാൽ പോരാ, അപകടകരമായ അന്തരീക്ഷം ഉണ്ടാക്കിയത് ആരാണ്? അതിൽ ഹൈക്കമാൻഡിന് ഒരു പങ്കുണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ രാഷ്ട്രീയ വിലയിരുത്തൽ എനിക്ക് തോന്നുന്നത്. കാരണം അത് അനുവദിക്കാനേ പാടില്ലായിരുന്നു. ഈ 2 അവസ്ഥയും കേരളത്തിലെ കോൺഗ്രസിലും UDF-ലും ഉണ്ടാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുവദിക്കാൻ പാടില്ലായിരുന്നു. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വരുന്ന ആളുകളിൽ, കാരണം 2005-ന് ശേഷം കേരളത്തിലെ ഗ്രൂപ്പ് വഴക്കുകളിൽ ഈ ഒരു പരസ്പരമുള്ള പോർവിളിയും റോഡിലിറങ്ങിയുള്ള പോർവിളികളും അക്രമങ്ങളും കുറഞ്ഞതാണ്. അതിന് മുമ്പ് 2005-ന് മുമ്പായിരുന്നു ഇത്തരം 91-നും 2005-നും ഇടയ്ക്കുള്ള കാലത്തായിരുന്നു അത് വളരെ കൂടുതൽ. അത് 2005-ന് ശേഷം പുതിയ നേതൃത്വം വന്നതിന് ശേഷം ഉമ്മൻചാണ്ടി രമേശും പാർട്ടിയെ നയിക്കാൻ തുടങ്ങിയതിന് ശേഷം അത്തരത്തിലുള്ളൊരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ 2026 മെയ് 4-ന് ശേഷം
പാർട്ടിക്കാരുടെ ശത്രുക്കളായി മാറുന്നു, നേതാക്കളുടെ ശത്രുക്കളായി മാറുന്നു. ചില സാമൂഹിക മതവിഭാഗങ്ങൾ ഒരാളുടെ ഒപ്പം നിൽക്കുന്നു, മറ്റേയാൾ അതിന് വിരുദ്ധനാണെന്ന് പറയുന്നു. അപ്പോഴോ ഹൈക്കമാൻഡ് ഈ MLA-മാരെ മുഴുവൻ ബൈപ്പാസ് ചെയ്തുകൊണ്ട് മറ്റൊരു വഴിക്കുള്ള കളിക്ക് ശ്രമം നടത്തുന്നു. ഇത് കോൺഗ്രസിനെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കും, ഇത് UDF-നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ള ചോദ്യമാണ് വരും കാലങ്ങളിൽ ഉയർന്നു വരാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കുക, ബംഗാളിൽ BJP-ക്ക് കേരളത്തിൽ BJP നേടിയതിനേക്കാൾ എത്രയോ കുറച്ച് ശതമാനം വോട്ടുകളാണ് 2011 BJP നേടിയതെന്ന് ഓർക്കണം. ഇപ്പോൾ BJP-ക്ക് ഇവിടെ 3 സീറ്റുണ്ട്. CPM തകർന്നിരിക്കുന്നു. 2016-ൽ 3 സീറ്റായിരുന്നു BJP-ക്ക് ബംഗാളിൽ, ഇന്ന് അവർക്ക് 207 സീറ്റാണ്. അതെ, CPM ആകട്ടെ ആശയപരമായും രാഷ്ട്രീയപരമായും വലിയ പ്രതിസന്ധി നേരിടുന്നു. അപ്പോൾ മൂന്നാമതൊരു ഓപ്ഷൻ ജനങ്ങളെ കൊണ്ട് ചിന്തിക്കരുത് നിങ്ങൾ. ശരി, അതൊരു വലിയ മുന്നറിയിപ്പാണ്.